കുറേ മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു വ്ളോഗാണിത്. ഒരു വളകാപ്പിൻ്റെ പ്രിപ്പറേഷൻ വ്ളോഗ്. ആ കൊച്ചിൻ ജനിച്ചു, കൊച്ചിന് 28 ആവാറായപ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം എനിക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ്. രാവിലെ തന്നെ എണീറ്റ് ചെറിയ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി അങ്ങോട്ടേക്ക് പോകാനുള്ള പുറപ്പാടിലാണ് ഞാൻ. ഇനി മാസങ്ങൾക്ക് ശേഷം ഞാൻ ത്രെഡ് ചെയ്യാൻ പോവാണ്. ത്രെഡ് ചെയ്തിട്ട് വന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം പാക്ക് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് പോകണം. ബാക്കി പ്രിപ്പറേഷൻസ്, ഡെക്കോർ, എല്ലാ കാര്യങ്ങളും അവിടെ പോയിട്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് ത്രെഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ. ഉച്ച വെയിൽ, നമുക്കെന്തായാലും പോയിന്ന് ത്രെഡ് ചെയ്തിട്ട് വരാം. താക്കോല് വണ്ടിയുടെ താക്കോല് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ എന്തായാലും ഇവിടെ കാണും. അപ്പോൾ ഓക്കെ, ബൈ. നട്ടുച്ച വെയിലത്ത് ത്രെഡ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ചേച്ചി വന്നിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യപ്പോഴത്തേനും പുള്ളിക്കാരി വന്നു. മാസങ്ങൾക്ക് ശേഷം ത്രെഡ് ചെയ്യുന്നതാണ്ട് തന്നെ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ത്രെഡ് ചെയ്ത് വീട്ടിൽ വന്ന് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഹോൾ സെറ്റായിട്ട് നേരെ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം. ചേട്ടനെ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. ഇനി അവിടെ പോയിട്ട് നാളെയാണ് വളകാപ്പ്. അപ്പോൾ ഇന്ന് ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ട്യൂബ് ലൈറ്റ് മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ലാസ്റ്റ് ഞങ്ങൾ കുടുംബത്തോടെ പോയി എല്ലാവരും കൂടെ. ചേച്ചിയാണെങ്കിൽ ഇട്ടിരുന്ന് നൈറ്റി ഇട്ടുകൊണ്ടാണ് വന്നത്. അത്രയ്ക്ക് വൈബുള്ള ഫാമിലിയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പോയി. പോകുന്ന വഴിക്ക് നാളത്തേക്ക് ആവശ്യമായിട്ടുള്ള അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൂടെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കരുതി എന്നാൽ പിന്നെ രാത്രിയായില്ലേ, ചൂടോടെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചായയും കടിയും കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പ്രത്യേകം സ്പോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ചായക്കടയിൽ നിർത്താനായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ നിർത്തി. അവിടെ കയറി ഞങ്ങളെല്ലാവരും ചായയും കടിയും ബൂസ്റ്റും ഹോർലിക്സും കോഫിയും എല്ലാം ഓർഡർ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കട്ടാലമ്പൊക്കെ നടത്തിയിട്ട് ഇതാണ് നമ്മുടെ പ്രഗ്നൻറ്റ് ചേച്ചി. ഈ ചേച്ചിയുടെ ഡെലിവറിയും കഴിഞ്ഞു, കുഞ്ഞും വന്നു. അതിൻ്റെ നൂലുകെട്ടുമായി ഗൈസ്. അപ്പോഴാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം പിന്നെ വന്ന ചായയൊക്കെ നമ്മൾ കുടിച്ചു, കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം എൻ്റെ ഡയറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കളിയാക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടനൊരു ഐഡിയ, അവിടെ നല്ല ചൂട് പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചൂട് പൊറോട്ടയും പഴംപൊരിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. കണ്ടപ്പോൾ ഞങ്ങൾക്കും തോന്നി കേട്ടോ കൊള്ളായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇറ്റ്സ് സോ നൈസ്. ഭയങ്കര രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെക്കാളും കൂടുതൽ കുഞ്ഞാവ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും വെറുതെ നാളെ ഫംഗ്ഷൻ ഇല്ലേ, അപ്പം ഏതായെന്നൊക്കെ ജസ്റ്റ് ഒന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പം അങ്ങനെ അവർ വന്നു. കുറച്ചേരം അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ആൻറ്റി നമുക്ക് കുറേ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട്. പിന്നെ അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ കാര്യപരിപാടിയിലേക്ക് കടന്നു ഗൈസ്. കാര്യപരിപാടിയിലേക്ക് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ടേബിളും ചെയറും അങ്ങനെ കുറേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിന്ന് ഞങ്ങൾ സമയം അങ്ങ് കളഞ്ഞു. എന്തിനാ കളഞ്ഞതെന്നറിയത്തില്ല. അപ്പോൾ ആദ്യ രാത്രി ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡെക്കറേഷൻ്റെ പരിപാടി തുടങ്ങിയത്. ചെയറും ടേബിളും ഒക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാളെ എവിടെ സെറ്റ് ചെയ്യാം, എങ്ങനെ സെറ്റ് ചെയ്യാം, എത്ര ടേബിൾ സെറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെയൊക്കെ പ്ലാനിങ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒത്തിരി ലേറ്റായിട്ട് എൻ്റെ അച്ഛനും അമ്മയും എല്ലാം പോയി കഴിഞ്ഞ് ഒത്തിരി ലേറ്റായിട്ടാണ് ഞങ്ങൾ ഡെക്കറേഷൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ ഗൂഢമായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. എത്ര ടേബിൾ ഇടാം, എങ്ങനെ ഇടാം, എത്ര പേരെ എങ്ങനെയൊക്കെ മാക്സിമം നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നു, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കമൻട്രി പറയുന്നു, പ്ലാൻ ചെയ്യുന്നു. ഇതായിരുന്നു ഇവിടുത്തെ സീൻ. അതിനിടയിൽ കൂടെ ഇവൻ ഇവിടെ എന്താ കാണിക്കണേന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഈ വീഡിയോ എടുത്തപ്പോൾ അവൻ കുഞ്ഞായിരുന്നു, ഇപ്പോൾ അവൻ വളർന്നു കേട്ടോ. അപ്പം എന്തുമാത്രം ലേറ്റായി ഞാൻ ഈ വീഡിയോ ഇടാനെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ അതിൻ്റെയൊക്കെ ബഹളത്തിനിടയിൽ, പ്ലാനിങ്ങിനിടയിൽ ലാസ്റ്റ്
എന്തോ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, എന്തോ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരെയും പറഞ്ഞ് വീട്ടിൽ വിട്ടതിന് ശേഷം ഞങ്ങൾ അങ്ങ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എല്ലാത്തിനും ഒടുവിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ഡെക്കറേഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറച്ച് മഞ്ഞപ്പൂവും നൂലും മാത്രം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് പൂ കെട്ടി തുടങ്ങി ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പൂവുണ്ടല്ലോ, അത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ അങ്ങ് പൂ കെട്ടുന്നത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേനും അവർ ബാക്ക്ഗ്രൗണ്ടിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു കർട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് കർട്ടനൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പൂ കെട്ടി അതിലിങ്ങനെ ഹാങ് ചെയ്തിടാനായിരുന്നു. വളകാപ്പാണല്ലോ, അപ്പോൾ എന്തായാലും ജമന്തി വേണമല്ലോ, അപ്പോൾ അങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. അതിനിടയ്ക്ക് എൻ്റെ ചേച്ചി അവിടെ കോഫി പൗഡറും ഷുഗറും കൂട്ടിയിട്ട് ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് സ്കിൻ കെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ കോലാഹലങ്ങൾ ഞങ്ങൾ ആ പാതിരാത്രി അവിടെ കാണിച്ചു കൂട്ടി. എന്തൊക്കെയാണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ചേട്ടൻ കോടതിയിൽ നിന്നുള്ള നൂലും സൂചിയും കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നു. കുറച്ച് പൂവും തന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്, അപ്പുറത്ത് സ്കിൻ കെയർ, ഇപ്പുറത്ത് പൂ കിട്ടുന്നു, അപ്പുറത്ത് ഇതേ അവർ കറങ്ങും കിട്ടുന്നു. അങ്ങനെ ഞങ്ങൾ മാറി 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 സീൻ പിടിച്ചിരിക്കുകയായിരുന്നു. ഇവളിവിടെ വേറെ ഒന്നും ചെയ്തില്ല, ഈ പരിപാടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവനാണെങ്കിൽ ഇവിടെ സ്കെയിലും പെൻസിലും ഒക്കെ വെച്ചിട്ട് ഫോട്ടോ ഫ്രെയിം ഒരേ വരയിൽ ഡ്രില്ല് ചെയ്ത് സെറ്റാക്കാനുള്ള പരിപാടിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓരോരുത്തരായിട്ട് കമൻട്രി പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. വലിയ ടാസ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇവരുടെ പുച്ഛവും പരിഹാസമൊക്കെ കേട്ട് വീഡിയോ എടുക്കേണ്ടത് അത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നടന്നത് വെറും ചരിത്രം. അത്രയ്ക്ക് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല എന്താ ഇവിടെ നടക്കണമെന്നുള്ളത് ശരിക്കും പറഞ്ഞു. ഫൈനലി ഇതാണ് ഞങ്ങൾ ചെയ്തു വെച്ച പരിപാടി. ഇത് ഞങ്ങൾക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. മൊത്തം ഒരു മഞ്ഞ മാത്രം പോരല്ലോ, ഹെൽത്തി അല്ലല്ലോ ഇത്. അപ്പം നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യാമെന്ന ചിന്തയുടെ ഒടുവിൽ ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ ഓറഞ്ച് പൂവും കൂടെ സെറ്റ് ചെയ്യാം. നാളെ രാവിലെ പോയിന്ന് പ്ലാൻ ചെയ്തിട്ട് രാത്രി 2 മണിക്ക് ഞങ്ങൾ വാട്ടർമെലൺ ജ്യൂസും കുടിച്ചിട്ട് സുഖമായിട്ട് പോയി ഉറങ്ങി. കാരണം 5 മണിക്ക് എണീറ്റിട്ട് ഞങ്ങൾക്ക് പൂ അന്വേഷിച്ച് പോകണം. അതും കിട്ടുമെന്നൊന്നും ഉറപ്പില്ല, പക്ഷെ എന്തായാലും കിട്ടിയാൽ നമുക്ക് ഓറഞ്ചും കൂടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും 2 മണിയായപ്പോഴത്തേനും ജ്യൂസും കുടിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പം നാളെ പൂ മേടിക്കാൻ പോണതും പൂ കിട്ടുമോ കിട്ടൂലേ, കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.